ഹലോ ഓൾ, വെൽക്കം ടു എക്സാം ഓൺ ട്രാക്ക് സീരീസ് പാർട്ട് 2. നമ്മൾ ഒരു ഡേ ഒരു 3 hours എങ്കിലും മിനിമം പഠിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അതൊന്നും പെട്ടെന്ന് നടന്നില്ല കേട്ടോ. അതിന് മെയിൻ റീസൺ എൻ്റെ ഹാബിറ്റ്സ് ആയിരുന്നു. ഞാൻ അത്രയും ദിവസം വരെ ഫോളോ ചെയ്തിരുന്ന കുറച്ച് ഹാബിറ്റ്സ് ഉണ്ടല്ലോ. ഇറ്റ്സ് നോട്ട് ഗുഡ്, ബാഡ് ആയിട്ടുള്ള ഫോൺ യൂസ് ചെയ്യുക, കുറേ സമയം ടി വി കാണുക, അല്ലെങ്കിൽ വെറുതെ കിടന്നുറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിർത്തി പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഫോൺ അഡിക്ഷൻ എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് രാവിലെയാണ്. അതുകൊണ്ട് ഒരു ക്യാൻഡിലൊക്കെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഏത് സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങണം, ഏത് ടോപ്പിക് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഇതൊന്നും പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് കുറച്ച് ട്രബിൾസ് ഉണ്ടായിരുന്നു എനിക്ക് ഒരു സബ്ജക്റ്റ് തന്നെ സെലക്ട് ചെയ്യാൻ. ആൻഡ് ഞാൻ ഡിസൈഡ് ചെയ്തത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടില്ലാത്തൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനാണ്. ബിക്കോസ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങിയാൽ എനിക്ക് കുറച്ച് മടുക്കാതെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാനിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ബിസിനസ് ഓൺടർപ്രണർഷിപ്പാണ് ഞാൻ തുടങ്ങിയത്. ഇനി കമ്മിങ് വീഡിയോസിൽ ഈ ഹാബിറ്റ്സ് ഒക്കെ കുറച്ച് ചേഞ്ച് ചെയ്ത് എങ്ങനെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പഠിക്കാന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് ഞാനൊരു 1 hour പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 3 hours എന്നുള്ളൊരു ഗോള് എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അച്ചീവ് ചെയ്യണം. സോ ഫോളോ ഫോർ മോർ ടിപ്സ് ആൻഡ് സ്റ്റഡി വ്ലോഗ്സ്. ലെറ്റ്സ് സ്റ്റാർട്ട് സ്റ്റഡിങ്.